ഇന്ന് സർവീസിന് വന്ന ഒരു HP ക്രോം ബുക്കാണ് ഇത്. അപ്പോൾ ഇത് വാട്ടർ ഡാമേജ് ആണ്. വാട്ടർ ഡാമേജ് ആയിട്ട് കംപ്ലീറ്റ് ഫയർ ആയി പോയിട്ടുണ്ട്. ഇത് റിട്ടേൺ അടിക്കുകയാണ്. റിട്ടേൺ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. ഇത് കസ്റ്റമറോട് നമ്മളിത് വാട്ടർ ഡാമേജ് ആണെന്ന് പറയുമ്പോൾ കസ്റ്റമർ പറയും അതിനകത്ത് വെള്ളം പോയിട്ടില്ല, അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ഇതിൽ വെള്ളം വന്നിട്ടുള്ളത് ഇതിന്റെ ഈ മൗസ് പാഡിന്റെ ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പിൽ, ഈ മൗസ് പാഡിന്റെ ഗ്യാപ്പിലൂടെ ഇവിടെ കണ്ടില്ലേ, അതായത് ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് കറക്റ്റ് ആയിട്ട് വെള്ളം വന്നിട്ടുള്ളത്. വെള്ളം വന്നു, ഇതിനകത്തെത്തി, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫയർ ആയി പോയിട്ടുണ്ട്, കത്തിപ്പോയിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർ എല്ലാ സമയത്തും എല്ലാ കസ്റ്റമറും പറയാറ് അങ്ങനെ വെള്ളം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വെള്ളം ഒന്നും പോയിട്ടുണ്ടാവില്ല എന്ന്. പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് മതി, ഈ കീബോർഡിന് ചെറിയൊരു ഗ്യാപ്പ് മതി, കറക്റ്റ് ആയിട്ട് വെള്ളം താഴോട്ട് എത്തും. ഇങ്ങനെ വെള്ളം കയറി നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ പിന്നീട് മദർ ബോർഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. IC ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ട്രാക്കും കംപ്ലീറ്റ് ഫയർ ആയി പോയിട്ടുണ്ടാവും. അപ്പൊ എങ്ങാനും വെള്ളം അകത്ത് കയറി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഉടനെ തന്നെ സർവീസ് സെന്ററിൽ കൊടുക്കുക. ഒരുപക്ഷെ അത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതല്ലാതെ നിങ്ങൾ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നന്നാക്കാൻ സാധിക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് മദർ ബോർഡ് മാറ്റി തന്നെ വേണ്ടി വരും.